അധ്യക്ഷനാകാൻ കഴിഞ്ഞത് എൻ്റെ പിതാവിന് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് ഈ അവസരത്തിൽ കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം ഓർക്കുക. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പാമ്പാടിയിൽ ഒരു വില്ലേജ് ഓഫീസിന് തറക്കല്ലിട്ടപ്പോൾ അദ്ദേഹം ഒരു ആശംസകനോ അല്ലെങ്കിൽ മുഖ്യ വിശിഷ്ടാതിഥികളുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു അധ്യക്ഷനാകുവാനുള്ളത്. അതിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്. ഇവിടെ ഈ പരിപാടി പ്രത്യേകിച്ച് പങ്കെടുക്കുമ്പോൾ ഈ ഒരു പരിപാടിയിൽ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഈ പരിപാടി വളരെ നന്നായി നടന്ന് ഈ വില്ലേജ് ഓഫീസ് നന്നായിട്ട് വരണം എന്നുള്ള ആഗ്രഹമാണ്. കാരണം ഇതുപോലൊരു വില്ലേജ് ഓഫീസിന് തറക്കല്ലിട്ടുണ്ട്. 2 മന്ത്രിമാരുടെയും ഒരു MLA സാന്നിധ്യത്തിൽ, എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ 3 വർഷമായി. ആ കല്ലിൻ്റെ പുറത്തൊരു കല്ല് പോലും എടുത്തു വെച്ച് പലതവണ ഞാനത് സൂചിപ്പിച്ചു. ഒരു മുന്നേറ്റവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ചടങ്ങിൽ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം സൂചിപ്പിച്ചു. 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാവണമെന്നുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് പല പടികൾ കടന്നിട്ടേ നമുക്ക് 18ാം പടിയിൽ എത്താൻ പറ്റും, ദർശനം സാധ്യമാകത്തുള്ളൂ. പക്ഷെ ആദ്യത്തെ പടി പോലും ഇല്ലെങ്കിൽ പിന്നെ 2ാമത്തെ പടിയിലോട്ട് എങ്ങനെ പോകും? ആദ്യത്തെ പടി വേണ്ടേ? ആദ്യത്തെ പടിയായ പല കാര്യങ്ങളും ആദ്യത്തെ പടി ഇല്ല. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആണെങ്കിലും വില്ലേജ് ഓഫീസ് ആണെങ്കിലും ഇവിടെയാണെങ്കിലും ഫണ്ട് ഉണ്ട് എന്ന് പറയുന്നു, സന്തോഷം. പാമ്പാടി വില്ലേജ് ഓഫീസിന്റെ ഗതി ഈ വില്ലേജ് ഓഫീസിന് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വില്ലേജ് ഓഫീസിലുള്ള കാര്യങ്ങൾ. അത് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയേ പറ്റും. അതിന് ഒരു ടെക്നിക്കൽ റീസണും അതൊരു കാരണമല്ല. ഇപ്പൊ ഞാൻ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചു, ഇതാണ് എന്താ പറയുക, ശിലാഫലകം. 3 വർഷത്തിന് ശേഷം കണ്ടുപിടിച്ച ശിലാഫലകം. ഒരു പേര് പോലും മാഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് തന്നെയാണ്, എന്തായാലും ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മ നിലനിൽക്കുന്ന സ്ഥലമാണ്, ഞങ്ങളത് നടത്തും എന്ന് പറഞ്ഞു. പക്ഷേ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെ നമുക്ക് വില്ലേജ് ഓഫീസ് അവിടെ ഉണ്ടായിട്ടില്ല. അയർക്കുന്നത്തെ വില്ലേജ് ഓഫീസിന് ഇപ്പോൾ അവസരം ഉണ്ടായി, പണി തുടങ്ങുമെന്ന് പറയുന്നു. ഏറ്റവും സന്തോഷം, നടക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പക്ഷെ ഇവിടെ ഞാൻ ആദ്യത്തെ നോട്ടീസ് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പേര് അതിനകത്ത് കണ്ടിരുന്നില്ല. ഇവിടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഇവിടെ ആ പള്ളിയോടും വികാരി റവൻ ഫാദർ ആന്റണി കിഴക്കേ വീടിനോടും പ്രത്യേകമായ നന്ദി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കമ്മിറ്റിയോടും നന്ദി പറയുന്നു. 4 എന്താ പറയുക സെന്റ് കൂടി കൊടുത്തുകൊണ്ട് 9 സെന്റാക്കി വളർത്തിയതിൽ വലിയ സന്തോഷം. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് 23ാമത്തെ സ്ഥാനത്ത്, 32 പേര് ഉള്ളതിൽ 23ാമത്തെ സ്ഥാനത്താണ് അത് ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്ന്, ഏറ്റവും വലിയ പാർട്ടിയാണെങ്കിൽ പോലും ഒന്നെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നായ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്റെ പേര് ഏറ്റവും അവസാനത്ത് കൊണ്ടാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതും, ബാക്കി ഒത്തിരി പാർട്ടികൾ, ആ പാർട്ടികൾ ദേശീയ തലത്തിൽ അംഗീകാരമുള്ള പാർട്ടികൾ പോലും അല്ലാത്തപ്പോൾ ഇങ്ങനെ കാണിച്ചത് ഒരു പിഴവായി ഈ അവസരത്തിൽ എനിക്ക് ചൂണ്ടിക്കാണ്. പ്രത്യേകിച്ച് പ്രാദേശിക നേതാക്കളെയും കൂടി, ഇപ്പോൾ എല്ലാ പാർട്ടികൾപ്പെട്ടവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു വേദിയായിരുന്നു സ്റ്റേജിൽ നല്ലതെന്നും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം നന്നായി തീരട്ടെ, നന്നായി വരണം. നമുക്ക് മുന്നോട്ട് പോകണം, പുതുപ്പള്ളിക്ക് മുന്നോട്ട് പോകണം, അയർക്കുന്നതിന് മുന്നോട്ട് പോകണം. എന്ത് വന്നാലും സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ നമുക്ക് ടൈം ഈസ് എവരിത്തിങ്. സമയമില്ലെങ്കിൽ, സമയത്ത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരർത്ഥവുമില്ല. അനന്തമായി നീളുന്ന കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഒരർത്ഥമില്ലാത്ത ഒരു പരിപാടിയായി, ചടങ്ങായി നമ്മുടെ സർക്കാരിന്റെ പദ്ധതികൾ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വ്യക്തികളും പോകുന്ന സ്ഥലമാണ് വില്ലേജ് ഓഫീസ്. ആ വില്ലേജ് ഓഫീസിൽ നമ്മുടെ ആൾക്കാർക്ക് ചെല്ലുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, പ്രവർത്തിക്കാൻ ഓഫീസില്ലെങ്കിൽ, പ്രവർത്തിക്കുന്നത് വളരെ മന്ദഗതിയിലാണെങ്കിൽ, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഒരു വീഴ്ച വരുത്തിയാൽ നമ്മുടെ സാധാരണക്കാരനും നമ്മുടെ പാവപ്പെട്ടവനുമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ പാമ്പാടിയിലെ കാഴ്ച കണ്ടിട്ടാണോ ഇത്ര ആൾ ഇവിടെ കുറച്ച് വന്നിരിക്കുന്നത്? കാരണം ഇവിടെ നടത്തുമോ എന്നൊരു സംശയം അവരുടെ മനസ്സിലുണ്ടോ
എന്നോ അതുകൊണ്ടാണോ ഇത്രയും കുറച്ച് ആൾ വന്നിരിക്കുന്നത് പോലും എനിക്ക് മനസ്സിൽ സംശയമാണ്. എല്ലാവിധമായ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും ഇത് എൻ്റെ പ്രസംഗം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അത് കാരണം പാമ്പാടിയുടെ മാത്രമല്ല, പുതുപ്പള്ളിയുടെ ആവശ്യമാണ്, കേരളത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ ഏത് വില്ലേജ് ഓഫീസും ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയാണ്. ആ സാധാരണക്കാരന് വേണ്ടിയുള്ള വില്ലേജ് ഓഫീസ് എത്രയും പെട്ടെന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങി അത് ഏറ്റവും വേഗതയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മകനീയമായ ഈ യോഗത്തിന്റെ ഉദ്ഘാടന പണി നടക്കേണ്ടത് ബഹുമാനപ്പെട്ട സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ ഓൺലൈനായി ഈ സമ്മേളനം